മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കാര്യമായ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അതിനുശേഷം നടന്ന അസംബ്ലി ഇലക്ഷനുമിടയിൽ വോട്ടർ പട്ടികയിൽ ഏകദേശം 70 ലക്ഷം പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്തിയതായി രാഹുൽ ഗാന്ധി ആരോപിച്ചത്. അതിനു മുമ്പുള്ള 5 കൊല്ലത്തിനിടയിൽ 37 ലക്ഷം വോട്ടർമാരെയാണ് പുതിയതായി ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ 6 മാസത്തിനുള്ളിൽ 70 ലക്ഷം പുതിയ വോട്ടർമാരെ ചേർത്തത് BJPയെ സഹായിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷന്റെ കള്ളക്കളി നടത്തിയെന്നായിരുന്നു രാഹുൽ ആരോപിച്ചത്. ഷിർദിയിലെ ഒരു കെട്ടിടത്തിൽ 7000-ലധികം വോട്ടർമാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംശയാസ്പദ സംഭവം രാഹുൽ ഉയർത്തിക്കാട്ടി. ഈ പൊരുത്തക്കേടുകളുടെ നേട്ടം BJPക്കാണെന്ന് അദ്ദേഹം ആരോപിച്ചു. പുതുതായി കണ്ടെത്തിയ വോട്ടർമാർ കൂടുതലും BJP സുരക്ഷിതമാക്കിയ മണ്ഡലങ്ങളിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇത് മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമഗ്രതയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തിയതായി രാഹുൽ ഗാന്ധി പറഞ്ഞു. കൂടാതെ മഹാരാഷ്ട്ര, ഹരിയാന തിരഞ്ഞെടുപ്പുകളിലെ വോട്ടർ പട്ടിക കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ഒന്നിലധികം അഭ്യർത്ഥനകൾ ഉണ്ടായിട്ടും അഭ്യർത്ഥിച്ച വിവരങ്ങൾ മറച്ചുവെക്കപ്പെട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു.